ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന, ഭരണകൂടത്തിനെതിരായ സമരങ്ങളെ രാജ്യദ്രോഹമായി മുദ്രകുത്തുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായൂട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരല്ല, അവൻ RSSകാരാണ്, സംഘികളാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, ശബ്ദിക്കാനും അവകാശമുണ്ട്. ശബ്ദിക്കുകയാണോ ചെയ്തത്? രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജു ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ബജ്രംഗ് ദൾ അടക്കമുള്ള ഈ രാജ്യത്തെ RSSന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ വടിയെടുത്ത് ഈ സമരത്തിന് വന്ന ആളുകളെ തെരുവിൽ ആക്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ വോട്ടിലൂടെ നൽകിയിട്ടുണ്ട്. അത് വോട്ടിലൂടെ ലഭിച്ചതാണോ EVM അട്ടിമറിയിലൂടെ ലഭിച്ചതാണോ എന്നുള്ള ചർച്ച പോലും നടക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് കയ്യിലുള്ള ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അങ്ങ് അടിച്ചമർത്തി കളയാം എന്നാണോ RSS വിചാരിക്കുന്നത്, BJP വിചാരിക്കുന്നത്? അതൊന്നും ഇന്ത്യ രാജ്യത്ത് സാധ്യമല്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന ആ സമരത്തിൽ ആ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച മുഖം അംബേദ്കറുടെ മുഖമാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് ഒരു സ്ഥിതി സമത്വ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആയിട്ടാണ്. അല്ലാതെ ഇന്ത്യ ഒരു പശുരാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല, ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. ഇതെങ്ങനെ RSSന് മനസ്സിലാവാനാണ്? ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആൻഡമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊടുക്കുകയായിരുന്ന ആചാര്യന്മാരെ സ്ഥാപിച്ച RSSകാര് ഇന്ന് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ, മതന്യൂനപക്ഷങ്ങളെ എന്താണ് മതേതരത്വം എന്ന് പഠിപ്പിക്കുക, എന്താണ് രാജ്യസ്നേഹം എന്ന് പഠിപ്പിക്കുക. ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക്, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, ഈ നാട്ടിലെ പിന്നോക്ക ജനതയ്ക്ക് നിങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ വളരെ വാലിഡ് ആണ്. നിങ്ങൾ നോക്കൂ, മലയാളക്കരയിൽ ഒരു പെൺകുട്ടി, ഐജാർ മഹേഷ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി കഴിഞ്ഞ ദിവസം എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഇന്ത്യ രാജ്യത്ത് 10ഓളം വരുന്ന കുട്ടികൾ ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്തു. ആ കുട്ടികളുടെ ഭാവി വെച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് പന്താടുന്നത്. 10-23 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അവരെല്ലാം വീണ്ടും പരീക്ഷയ്ക്ക് വരേണ്ടി വരികയാണ്. ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾ, നിങ്ങളെല്ലാം ഈ RSSന്റെ പ്രതിനിധിയെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ പരീക്ഷയുടെ ഭാരവും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഉല്ലാസത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പരീക്ഷ എഴുതി റിസൾട്ടും കാത്തിരിക്കുന്ന കുട്ടിയോടാണ് പറയുന്നത്, നിങ്ങളുടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു, ഞങ്ങൾ തന്നെ അത് ചോർത്തിയിരിക്കുന്നു, ഞങ്ങൾ പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതണം. ആ കുട്ടികളാകെ പാനിക് ആവുകയാണ്. എന്ന് പരീക്ഷ വരുമെന്ന് ഉറപ്പില്ല. ഈ വീണ്ടും പരീക്ഷ എഴുതിയാലും അത് ഇതേപോലെ അട്ടിമറിക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും മാന്യമായ നിലയിൽ ഇവിടെ അഡ്മിഷൻ ലഭിക്കും എന്നറിയില്ല. ഇങ്ങനെ ആശങ്കപ്പെട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് CBSE ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ചോദ്യപേപ്പർ സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കണ്ടവന്റെ പരീക്ഷാ പേപ്പറാണ് സ്വന്തം പേരിൽ വാല്യൂ ചെയ്തതെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് അതിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരം ഏകീകരിച്ച ഒരു സംവിധാനമാക്കി മാറ്റിയ CUET പരീക്ഷ അട്ടിമറിക്കപ്പെടുമ്പോഴാണ് ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന NTA UGC നെറ്റ് പരീക്ഷ തകരാറിലാവുമ്പോഴാണ് നിങ്ങൾ ഇവിടെ അതിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ വന്നാൽ സമരം എന്താണെന്ന് ഈ നാട് കാണിച്ചു തരും. സ്വാതന്ത്ര്യ സമരം നടത്തിയ പാരമ്പര്യമുള്ള ഈ നാട്ടിലെ ജനതയുടെ പിന്മുറക്കാർ ഇവിടെയുണ്ട്. അന്ന് ചെരുപ്പ് നക്കിയ നിങ്ങൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മേലിൽ കുതിര കയറാനും അവിടെ ഭാവി വെച്ച് പന്താടാനുമുള്ള ലൈസൻസ് ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പേര് വെച്ചോ പേര് വെക്കാതെയോ നിരീക്ഷക വേഷം ചമഞ്ഞോ RSSന്റെ പ്രതിനിധികൾ ചാനൽ 4ൽ വന്നാൽ അതിനെ ഞങ്ങൾ തുറന്നു കാണിക്കും.